ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ചെമ്പരത്തി താളിയാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ മുടി കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിതിനായിട്ട് വേണ്ടുന്നത് ചെമ്പരത്തിയുടെ പൂവും മുട്ടും ഇലകളുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനൊപ്പം നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ട് ഞാനത് തേങ്ങാപ്പാലായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ താളി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഇലകളും പൂവും മുട്ടും എല്ലാം കൂടിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ വെറുതെയാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പാകമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു പാകമാണ് ഈ കാണുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ മുടിയിൽ തേക്കുമ്പോഴത്തേക്കും അത് ഒഴുകി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ വേണമെന്നാണെങ്കിൽ നമ്മൾക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം മുട്ടയുടെ വെള്ള ഇട്ടൊരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ മുട്ടയുടെ വെള്ള വേണ്ടാന്ന് വെച്ചത്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇതിൽ മുട്ടയുടെ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മുടിയിൽ തേക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേച്ചതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണുന്ന മുടിയാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ എനിക്ക് മുടി കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒന്നും കൂടി സോഫ്റ്റായി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.